Good morning. Today we shall move to the formula of operating leverage. Operating leverage formula ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. Clear? So what is operating leverage? എന്താ operating leverageൽ ഞാൻ പറഞ്ഞത് the presence of fixed cost അല്ലേ? ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് റവന്യൂ ഓർ you can say that the EBIT can be increased. Increase in EBIT by use of fixed cost. Clear? Fixed cost to be normal fixed cost day to day affairs lana operating leverage undavuka. Normal fixed cost ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മളുടെ EBIT, it is also known as operating revenue, clear, or operating profit, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ക്ലിയർ? അപ്പോൾ വൺ തിങ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഫിക്സഡ് കോസ്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് ഫിക്സഡ്. Fixed cost does not change with increase in sale, right? Does not change with increase in sale. Increase in sale. Sale കൂടിയാൽ fixed cost കൂടില്ല. Clear? So fixed cost, any increase in sale, fixed cost remaining the same will magnify the operating revenue. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ സെയിൽ കൂടുകച്ചാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് the operating revenue will increase because the fixed cost remains the same even if the sale is increasing. Clear? Fixed cost sale കൂടാണ്. സെയിൽ നമ്മൾ 1 ലക്ഷം ഉള്ളത് 2 ലക്ഷമായി. വേരിയബിൾ കോസ്റ്റിന് ഒരു മാറ്റമില്ല. വേരിയബിൾ കോസ്റ്റ് will also increase, but fixed cost remains the same. So what happens? Per unit fixed cost comes down. And because of that per unit fixed cost comes down, the profit increases or the operating profit increases. Is it clear for you? അതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ കാണുന്നത് അതാണ്. ക്ലിയർ? അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിലനിർത്തുകയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് റവന്യൂ വിൽ ബി മോർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ, 1% ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇൻക്രീസ് അത് 1% ഇൻക്രീസ് അല്ല റവന്യൂവിൽ ഉണ്ടാവുക. റൈറ്റ്? ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇതിനേക്കാളും കൂടുതലായിരിക്കും. കാരണം 1% ചേഞ്ച് സെയിലിൽ ഉണ്ടായാൽ അത്രയും എക്സ്റ്റെൻഡിൽ ഫിക്സഡ് കോസ്റ്റ് കുറയും. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു റവന്യൂ ജനറേഷൻ അല്ല ഉണ്ടാവുക, അതിനേക്കാളും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യും. സോ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് റവന്യൂ വിൽ ബി മോർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ because the fixed cost remains the same. If there is an increase in the sale increase ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കലി സെയിലിൽ എത്ര പെർസെൻറ്റേജ് ആണോ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതിനേക്കാളും കൂടുതൽ ഇൻക്രീസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഉണ്ടാവും. കാരണം ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിട്ട് തന്നെ നിലനിർത്തുകയാണ്. ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കംസ് ഡൗൺ. റൈറ്റ്? അതുകൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ പഠിക്കുന്നത്. Clear? So operating leverage is calculated using the formula contribution divided by operating profit. Clear? Contribution എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ എവിടെയാ പഠിച്ചിരിക്കുന്നത്? What contributes to profit? അല്ലെ? എന്താ കോൺട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഫിക്സഡ് കോസ്റ്റ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ടേം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പ്രോഫിറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ? പ്രോഫിറ്റിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ്റെ ഫോർമുലയാണ്
സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിനെ മാറ്റി നിർത്തുകയാണ്, കാരണം വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് കുറയാത്തൊരു സാധനം. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ക്ലിയർ? സോ ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷനിലെ മെയിൻ ഘടകം. അപ്പോൾ അതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളൊരു ഫോർമുല വന്നത്, where contribution is equal to sales minus variable cost. And I will tell you what is operating profit. Operating profit question അനുസരിച്ചിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് വ്യത്യാസം വരും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എബിറ്റ്. എബിറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ. ക്ലിയർ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം? സെയിൽസ് എന്ന് ഫിക്സഡ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക, അതിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്ന സാധനം എന്താ? ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓർ ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സെയിൽസും വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും തരുന്നുണ്ടാവുക. സോ വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ? Contribution is equal to sales minus variable cost, or you can say that fixed cost plus profit. അപ്പോൾ സെയിൽസിന്ന് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും മൈനസ് ചെയ്താൽ ദ ആൻസർ യു ഗെറ്റ് ഇസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതാണ് നമ്മൾ ഈ വിളിക്കുന്ന എന്താണ് സാധനം? എബിറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട 1-2 ഫോർമുല ഉണ്ട്. ചിലപ്പോൾ പ്രോബ്ലം ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനുള്ളൊരു സാധ്യത ഉള്ളൊരു ഭാഗമാണ്. വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ. Clear? And let me ask you, what is PV ratio? Contribution by sales. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഈവൻ പോയിന്റും ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാൻ പറ്റില്ല, പക്ഷെ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത് ഉപയോഗിച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ക്യാൻ കം ഇൻ എനി ഫോം. So prepare with all these formulas. So I'll tell you, operating leverage is equal to, what is operating leverage? Operating leverage is equal to contribution divided by operating profit, where contribution is equal to sales minus variable cost. Operating profit is equal to sales minus variable cost minus fixed cost. Clear? And profit is equal to sales minus variable cost minus fixed cost. Contribution വേറെയും 2 രീതിയിൽ പറയുന്നുണ്ട്. Contribution is equal to sales minus variable cost or fixed cost plus profit. ചിലപ്പോൾ ഇൻഡയറക്ട്ലി പ്രോബ്ലത്തിൽ തരില്ല, അപ്പോൾ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവില്ല. ബ്രേക്ക് ഈവൻ പോയിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. ചിലപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആവും തരാത്തത്, നമുക്കറിയില്ല. ചിലപ്പോൾ ബി പിയും പി വി റേഷ്യോയും തന്നിട്ടുണ്ടാവും. ആൻഡ് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ. ക്ലിയർ? അപ്പോൾ ലെറ്റ് മീ ടെൽ യു, നമ്മൾ നേരത്തെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഒരു ഫോർമുല പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? Percentage change. What was that percentage change in EPS divided by percentage change in EBIT? അതായിരുന്നു ഫിനാൻഷ്യൽ ലിവറേജിലെ ഫോർമുല. ഇതേപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് തന്നിട്ടുള്ളത്. വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ, എബിറ്റിൽ തുടങ്ങി ഇ പി എസിൽ അവസാനിക്കുന്നു. എബിറ്റിൽ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായാൽ ഇ പി എസിൽ എത്ര ചേഞ്ച് ഉണ്ടാവും? അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താ? സെയിൽസിൽ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായാൽ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്, ഹൗ മച്ച് ഇറ്റ് റിഫ്ലക്റ്റ് ഇൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഓർ എബിറ്റ്. ക്ലിയർ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ തുടങ്ങി എബിറ്റിൽ അവസാനിക്കുന്നു. ഫിനാൻഷ്യൽ ലിവറേജ് എബിറ്റിൽ തുടങ്ങി ഇ പി എസിൽ അവസാനിക്കുന്നു. ക്ലിയർ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് divided by percentage change in sales, or you can say that, I'll tell you, explain ചെയ്തുതരാം.
ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് എന്നുള്ളതിനേക്കാളും പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് തന്നെയാണ് എബിറ്റ്, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ക്ലിയർ? ഇനി രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കാം എന്താ ഉണ്ടാവുക. രണ്ടിൻ്റെയും ഫോർമുലകൾ മറന്നു പോകരുത്. നോർമൽ ഫോർമുലയും ഓർമ്മ വേണം, രണ്ടും ഓർമ്മ വേണം. ആദ്യം പെർസെൻറ്റേജ് ചേഞ്ച് തന്നെ എടുക്കാം. കം ബാക്ക്. അപ്പോൾ ആദ്യം നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് തന്നെ എടുക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് ഒരു സൈഡിലും ഓപ്പറേറ്റിംഗ് ലിവറേജ് വേറൊരു സൈഡിലും ഇടുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS divided by percentage change in EBIT. What happens in operating leverage? Percentage change in EBIT divided by percentage change in sales. Clear? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ഉണ്ടാവുക? വാട്ട് വിൽ ഹാപ്പൻ? രണ്ടിൻ്റെ ഫോർമുലയാണ് ഞാൻ എഴുതിയത്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ക്യാൻസലായി പോവും, ഇത് ക്യാൻസലായി പോവും. ക്ലിയർ? വാട്ട് ഈസ് റിമൈനിങ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡിഗ്രി ഓഫ് composite leverage or combined leverage. കോമ്പോസിറ്റ് ലിവറേജിനെയാണ്, രണ്ടും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ലിവറേജിനെയാണ് നമ്മൾ പറയുന്നത്. ഫോർമുല ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഓഫ് കോമ്പോസിറ്റ് ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. അതായത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. സെയിൽസിൽ നിന്ന് തുടങ്ങി EPSൽ അവസാനിക്കുന്നു. ഫിനാൻഷ്യൽ ലിവറേജ് എബിറ്റിൽ നിന്ന് തുടങ്ങി EPSൽ അവസാനിക്കുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജ് സെയിൽസിൽ നിന്ന് തുടങ്ങി എബിറ്റിൽ അവസാനിക്കുന്നു. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ യു മൾട്ടിപ്ലൈ ബോത്ത് ദ ഫോർമുല, യു ക്യാൻ സീ ദാറ്റ് ദ എബിറ്റ് ഗെറ്റ് ക്യാൻസൽഡ്. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് ഇസ് ദ ഡിഗ്രി ഓഫ് കോമ്പോസിറ്റ് ലിവറേജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS, ഇതിലാണ് നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത്, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. സെയിലിൽ 1% മാറ്റമുണ്ടായാൽ EPSൽ എത്ര മാറ്റം ഉണ്ടാവും? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 reasons. One is fixed cost that is used in operating leverage, and second one is debt that is used in financial leverage. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് EPSൽ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ആൻഡ് ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദ അതർ ഫോർമുല. അതർ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് അതർ ഫോർമുല? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എബിറ്റ് divided by EBT. Clear? Financial leverage. Operating leverage in the formula എന്താ? Contribution divided by operating profit or EBIT. Clear? Again, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയി പോവും. What is remaining is contribution divided by EBT. Contribution divided by EBT, which is the combined or composite leverage formula. Is it clear for you? Contribution divided by EBT. Or you can, അതായത് കോൺട്രിബ്യൂഷനിൽ തുടങ്ങി EBTയിൽ അവസാനിക്കുന്നു. Or you can say one more thing. Composite leverage is equal to operating leverage into financial leverage. പ്രോബ്ലത്തിൽ ഇത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഇനി ഫോർമുലയുടെ ആവശ്യമില്ല. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ?
So both financial leverage and operating leverage both comes under composite leverage. What is the effect of sale in EPS? Effect of sale in EPS is evident in composite leverage. Is it clear for you? Theory ആണ് ഞാനിന്ന് എടുത്തത്. Theory 2-3 പ്രാവശ്യം കാണണം. If you have any doubts, you can come up. And from tomorrow onwards, we'll be doing only problems in this. ഇനി ഈ പാർട്ടിൽ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. അല്ലാതെ ഒട്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. This chapter will end up in 2 to 3 days. Right? Okay. Take care. Bye, students.